ഇപ്പൊ ഈ സൈക്കോളജി, മോട്ടിവേഷൻ ഇങ്ങനെയുള്ള പരിപാടികൾ ശ്രദ്ധിച്ചാലേ ഇത് മാത്രം നോക്കുന്ന ഒരു സമയത്ത്, അതായത് ഇപ്പൊ നിങ്ങളിത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ മാനസികമായിട്ട് പിരിമുറുക്കം ഉണ്ടായി, അല്ലെ ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി, അപ്പൊ നിങ്ങൾ പോയി നോക്കുവാണ്. ഓക്കെ, അവർ പറയുന്നതെല്ലാം ശരിയാണെന്ന് തോന്നത്തില്ലേ? എന്നിട്ട് അവർ പറയും ഇതിനിങ്ങനെയുണ്ട്, നമ്മൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇതായിരുന്നു ചെയ്യേണ്ടത്, അല്ലെ അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ലേ, അല്ലേ അല്ലേ, അങ്ങനെയാണ് ആണ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനം പറയത്തില്ലേ? ഇതിന്റെ തന്നെ വേറെ സാധനം പാരലൽ നടക്കുന്നത് എന്താണെന്നറിയോ? ഈ ഫിനാൻസ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ സമ്പാദിക്കാം, അതുപോലെ തന്നെ നിങ്ങൾ ചെലവഴിക്കേണ്ട രീതികൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട രീതികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ ഓരോരുത്തരുന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് ഈ പൈസ ഉണ്ടാക്കാനുള്ളൊരു പ്രത്യേക മൂഡ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ല അങ്ങനെ ഒരു പ്രായത്തിലൊക്കെ ചിലരെന്നല്ല മിക്ക ആൾക്കാർ ഇത് ശ്രദ്ധിക്കാറുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നവരൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ചെയ്ത് എത്ര പേര് എന്തൊക്കെ ആയെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ഈ അഡ്വൈസും ആ അഡ്വൈസും ഒക്കെ ഭയങ്കര രസമാണ് കേൾക്കാൻ. രണ്ടും കണക്കാ. ഈ രണ്ട് ടീമിനെയും ഫോളോ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവരവർ തന്നെ എന്തോ ആണോ അതിനനുസരിച്ച് എന്ത് ചെയ്താലും ജോലിയും പണിയൊക്കെ ഉള്ള അത് പഠിച്ച് മര്യാദയ്ക്ക് ജോലി ചെയ്യുവാണെങ്കിൽ ആർക്കും പിന്നെ ഫിനാൻഷ്യൽ അഡ്വൈസിൻ്റെ ആവശ്യം വരത്തില്ല. ഞാൻ ഈ രണ്ട് പരിപാടി അറ്റൻഡ് ചെയ്തിട്ടില്ല. മോട്ടിവേഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഈ ടൈപ്പ്. ഒരു പ്രാവശ്യം പോയി ഈ ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ മതിയായി. ഈ ഇൻകം ജനറേറ്റിംഗ് അസറ്റ് എന്നൊക്കെ അച്ഛന് പേരിട്ടപ്പോൾ തന്നെ കഷ്ടം തോന്നി. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും സംസാരിക്കുമ്പോൾ അവർ ചെയ്യുന്നത് വേറൊരു തരം പരിപാടിയാണ്. അത് ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഓരോ ഘട്ടത്തിൽ ഇത് അറിഞ്ഞാൽ പോലും നമ്മൾ പഴയ ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. ഇത് തന്നെ ഇതേപോലെ തന്നെ ഓരോ മേഖലയ്ക്കും ഉണ്ട് ഇങ്ങനത്തെ, ഓരോ സമയത്തും ഉണ്ട്. എന്താ പറയുക, ഇങ്ങനെ അഡ്വൈസ് കൊടുക്കാൻ ആൾക്കാർ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വിലയിരുത്തൽ, അവലോകനം. പക്ഷെ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിനകത്ത് ഏതെങ്കിലും കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മളുടെ കാലിബർ, നമ്മുടെ കഴിവൊക്കെ അനുസരിച്ച് നമുക്ക് എന്താണല്ലോ എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ പൈസ ഉണ്ടാക്കുന്ന കേസാണെങ്കിലും കൊള്ളാം, ഇനിയിപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതാണേലും, അത് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഇതൊക്കെ വെറുതെ കേട്ടിരുന്ന് അറിഞ്ഞിരിക്കാം, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മറന്നും പോകുന്നേ. മനസ്സിലായല്ലേ? ഈ അവസ്ഥ തന്നെ പെട്ട് കിടന്നാൽ മറക്കത്തൊന്നുമില്ല. അത് തന്നെ വീണ്ടും വീണ്ടും വായിച്ചോ, അല്ല വീണ്ടും വീണ്ടും ഇത് തന്നെ പഠിച്ചോ, അല്ല ഇത്രയും കാര്യങ്ങൾ കേട്ടോ ഒക്കെ ഇരിക്കാൻ തോന്നും. അതേസമയം ഇതിനകത്തൊന്ന് രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ ഒരു രീതിയിൽ രക്ഷപ്പെടത്തില്ലെന്ന് ഉറപ്പുണ്ടായാൽ ആരും എന്താ പറയുക പിന്നെ ഇത് ചെയ്യത്തില്ലെന്നല്ല, പിന്നെ ഇതിന് നിൽക്കത്തില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. രണ്ടും കെട്ട അവസ്ഥയുള്ളവരുണ്ട്, ഇതിന് ഇടയപ്പെടും. അവരാണ് പിന്നെയും സംശയങ്ങളുള്ളത്. ഇവർക്ക് വീണ്ടും അടുത്ത പ്ലാൻ, വേറൊരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. സത്യത്തിൽ ഇവരൊക്കെ കഷ്ടപ്പെടുക, വെറുതെ സമയം കളയുക. എനിക്കറിയത്തില്ല ഈ ആളുകളെ. എനിക്ക് ഈ രണ്ട് കേസ് കിട്ടും ഞാൻ ചെയ്യുന്നുണ്ടാന്ന്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണ്, അയാളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക ഈ കാര്യങ്ങൾ കുറച്ചൊരു മെച്ചപ്പെടുത്തണമെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളപ്പോൾ ഞാനൊരു 2 ബിസിനസ്സുകാരോട് ഇരുന്ന് ഒരു 3 മാസം ഇവരുടെ ഓഫീസ് മാനേജ് ചെയ്ത് ഇതിനകത്തുനിന്നുള്ള പ്രശ്നങ്ങൾ കുറച്ച് പരിഹരിച്ച് കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ സമയവും ലാഭിച്ചു. വേസ്റ്റ് കുറവായി. വേസ്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള സമയം